ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മളങ്ങനെ ഫാമിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ അതേ ഇവിടെ ഒരു സംഭവം, മയിലുകൾ നടന്നു പോകുന്നു ഗൈസ്, കണ്ടോ? രണ്ടാളും കൂടി അങ്ങോട്ട് നടന്ന് പോവുക. ഇത്രയും നേരം എന്ത് ഇതിൻ്റെ മുകളിലായിരുന്നു, ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി നടന്നു പോകുന്നുണ്ട് ഗൈസ്, കണ്ടോ? ചാടിയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് ഇന്നലെ നമ്മുടെ ഇവിടുത്തെ ഫാം ഓണറായിട്ടുള്ള സാറിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത പാക്കേജാണ്. സോ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് അൺബോക്സ്. ഇതെന്ത് തുറക്കാത്ത? ഗൈസ്, അങ്ങനെ തുറന്നു. ഇതെന്ത് പാക്കേജിങ് അത്? ഇതെന്താ? എൻ്റെ മോനെ, കുറേ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ തുറന്നപ്പോൾ ഉള്ളിൽ ഇങ്ങനെയാണ് സെറ്റപ്പ് ഉള്ളത്. സോ ഇതെന്താ, മറ്റേ TDS pH മീറ്ററാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ബബിൾ ട്രാപ്പൊക്കെ ചെയ്തിട്ട് ട്രേകൾ വന്നിട്ടുണ്ട് ഗൈസ്. ട്രേകൾ ഇത് അപ്പം ഇതെന്തിൻ്റെ ട്രേ ആണോ? ഇന്നലിപ്പോൾ നമുക്ക് വിത്തും സാധനങ്ങളൊക്കെ മുളപ്പിക്കാം. മൊത്തം ട്രേകളും പിന്നെ ഈ pH TDS മീറ്ററും. ഗൈസ്, നമുക്കിനി ചെറിയ പാക്കേജ് തുറക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കാർത്തിക് സൂര്യ തുറക്കണത് വലിയ ഗൈസ്. ഈ ടേപ്പ് ഒട്ടി ചെയ്തതുകൊണ്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ കണ്ടോ ഗൈസ്, ഇത്രയും പാക്ക് ചെയ്തിട്ട് ഇവിടെയൊക്കെ കീറിയിട്ടാണ് വന്നിരിക്കണേ. സോ ദിസ് ഈസ് അവർ pH മീറ്ററാണ് ഗൈസ്, pH മീറ്റർ. സെറ്റ് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, കാണാനായിട്ട് ഓറഞ്ച് കളറൊക്കെ ആയിട്ട് സെറ്റ് സാധനം. സോ ദിസ് ഈസ് അവർ pH മീറ്റർ. അതിൻ്റെ കൂടെ ബഫർ സൊല്യൂഷനൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്, കണ്ടോ? ബഫർ സൊല്യൂഷൻ. പിന്നെ ഇതെന്താ, സ്റ്റോറേജ് സൊല്യൂഷൻ, ഇലക്ട്രോഡ് സ്റ്റോറേജ് സൊല്യൂഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടക്ടിവിറ്റി മീറ്റർ, ഡിജിറ്റൽ വാട്ടർ ടെസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കണത്. ഇത് നമ്മുടെ TDS മീറ്ററാണെന്ന് തോന്നുന്നു. യെസ്, എൻ്റെ ഇത് പുതിയ സാധനമാണല്ലോ. ഓക്കെ. സോ നമ്മുടെ പുതിയ TDS മീറ്റർ, പുതിയ സെറ്റപ്പാണ്. ഇതുവരെ കാണാത്ത പോലത്തെ ഒരു മീറ്ററാണ്. സോ എന്തെങ്കിലും ആവട്ടെ, TDS എന്തായാലും ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ സീറ്റ് സോ ചെയ്തൊക്കെ ഒന്ന് വലുതായതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് pH മീറ്ററാണ്. നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ pH ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഇതെന്തൊട്ട് ഒട്ടി പിടിച്ചിരിക്കുന്നത്? എന്തൊക്കെയോ ഒട്ടി പിടിച്ചിട്ടുണ്ട് ഗൈസ്. സോ അതിന് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യണം. സോ എന്തായാലും ഇപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇത് ബബിൾ ട്രാപ്പാണ് ഗൈസ്. ബബിൾ ട്രാപ്പ് കണ്ടാൽ നമുക്കിങ്ങനെ നൈസ് സൗണ്ടല്ലേ ഗൈസ്, നല്ല രസമാണ്. ഇങ്ങനെ പൊട്ടിച്ച് കളിക്കാം. നമ്മുടെ പണി കുറവായതുകൊണ്ടാണ് ഗൈസ് ഈ കഴപ്പ്. സോ ഇങ്ങനെ പൊട്ടിച്ച് കളിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് പോയി ബാക്കി നമ്മൾ ഇന്നലെ ഫുള്ള് തുടയ്ക്കലും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ തീർത്തിട്ടാണ് പോയുള്ളൂ. സോ ഇനിയിപ്പോൾ നമുക്ക് pH ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വെള്ളത്തിൻ്റെ ഒക്കെ. ഇപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല, അതാണ് പ്രശ്നം. കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് NFT ചാനലിൽ വെള്ളമൊക്കെ ഒന്ന് ഓടിച്ച് സെറ്റാക്കിയിട്ട് pH ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അത് പറ്റില്ല. സോ നമ്മളിങ്ങനെ ബബിൾ പൊട്ടിച്ച് കളിക്കുന്നു. ഓക്കെ ഗൈസ്, സോ ഞാൻ ബബിൾ പൊട്ടിച്ച് തീർന്നിട്ടുണ്ട്. മൊത്തം കഴിഞ്ഞു ഇല്ലേ? ഓക്കെ സപാഷ്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഞാൻ pH ടെസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് ഫാമിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാണ്. സോ ഇന്ന് വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ പോകും മുമ്പ് നമുക്കൊന്ന് ആലുവ വരെ പോകണം. എന്താണെന്നുള്ളത് ഞാൻ പറയാം ഗൈസ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ആലുവ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നോൺ മാർക്കിംഗ് ഷൂസ് വേണം. അത് പാപ്പൻ്റെ അടുത്തുള്ളൂ, എൻ്റെ അടുത്തുള്ളത് നോർമൽ ഷൂസാണ്. സോ അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഷൂ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇവിടെ ഇപ്പോൾ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തി.
ബ്ലോക്കാണ് ഗൈസ്. അപ്പോൾ പിള്ളേരെ അവർ രണ്ടുപേരെയും കാണിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ വീട്ടിലുണ്ടായില്ല. അവർ പഴയ പോലെ അവരുടെ പപ്പയുടെ വീട്ടിൽ പോയേക്കാണ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ക്ലാസ്സിലാത്തതുകൊണ്ട് അവിടെ കളിക്കാൻ പോയേക്കാണ്. സോ അവരെ കാണിക്കാൻ പറ്റില്ല. സോ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ 4 അടിപൊളി വ്ളോഗ് ആയിരുന്നു. എല്ലാവർക്കും